ഹായ് കൂട്ടുകാരെ, ഞങ്ങളിതൊരു കഥ പറയട്ടെ. ആരിസ ചേച്ചി പറയട്ടെ. ഒരു ദിവസമില്ലേ, ഒരു കാട്ടില് ഒരു മാവും ഒരു ഓറഞ്ച് മരവും ഉണ്ടായിരുന്നേ. മാവ് നല്ല പാവമായിരുന്നു, പക്ഷെ ഓറഞ്ച് മരം നല്ല അഹങ്കാരനായിരുന്നു. ഒരു ദിവസം കുറേ കുരുവികൾ പറന്ന് വന്ന് എന്നിട്ട് ഓറഞ്ച് മരത്തോട് ചോദിച്ചു, ഞങ്ങളിവിടെ കൂട് കെട്ടിക്കോട്ടെ. ഓറഞ്ച് മരം സമ്മതിച്ചില്ല. ഇത് മാവിനോട് എന്ന് വെച്ചാൽ മാവ് പറഞ്ഞു കൂട് കെട്ടിക്കോളാം. അങ്ങനെ മാവ് കുരുവികളുടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ കുറേ തേനീച്ചക്കൂട്ടം വന്നു. എന്താ വന്നത്? തേനീച്ചക്കൂട്ടം. എന്നിട്ടില്ലേ, തേനീച്ചക്കൂട്ടം ചോദിച്ചു, ഞങ്ങളിവിടെ ഒരു ഓറഞ്ച് മരത്തോട് ചോദിച്ചു, ഞങ്ങളിവിടെ ഒരു കൂട് കെട്ടിക്കോട്ടെ. ഓറഞ്ച് മരം ദേഷ്യപ്പെട്ടു. തേനീച്ചകൾ ഓറഞ്ചിനോട് ചോദിച്ചു, ഞങ്ങളുടെ കൂട് കെട്ടിക്കോട്ടെ എന്ന്. ഓറഞ്ച് മരം കാണാൻ ദേഷ്യപ്പെട്ടു. ഇവിടെ കൂട് കെട്ടണ്ട, മാവിൻ്റെ അകത്ത് പോയി കൂട് കെട്ടിക്കോളാം. തേനീച്ചക്കൂട്ടം പറന്ന് മാവിൻ്റെ മരക്കൊമ്പിൽ പോയി കൂട് കെട്ടി. അങ്ങനെ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ മരം വെട്ടുകാർ വന്ന് മാവിനെ വെട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും തേനീച്ചക്കൂട് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി മാവിനെ വെട്ടി തേനീച്ചകൾ വന്ന് കുത്തുന്നു. അതുകൊണ്ട് അവർ ഓറഞ്ച് മരത്തേലോട്ട് നോക്കിയപ്പോൾ ഓറഞ്ച് മരത്തേൽ ഒന്നുമില്ല, നല്ല പൊക്കമുള്ള ഒരു അടിപൊളി മരമായിരുന്നു. അങ്ങനെ ഓറഞ്ച് മരത്തെ വെട്ടാൻ പോയി. ഓറഞ്ച് മരത്തെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാവ് തേനീച്ചകളെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഓറഞ്ച് മരത്തെ സഹായിക്കാം. തേനീച്ചകൾ പറഞ്ഞു, അവർ ഞങ്ങളെ കൂടുതലായിട്ട് സമ്മതിച്ചില്ലല്ലോ, നമുക്ക് അവരെ സഹായിക്കേണ്ടത്. അപ്പോൾ മാവ് പറഞ്ഞു, നമ്മൾ അവരെ സഹായിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന്. അത് കേട്ട് തേനീച്ചകൾ പറന്ന് ആ മരം വെട്ടുകാരൊക്കെ ഇട്ട് കുത്തു കൊടുത്തു. എന്താ അവിടുത്തെ കുത്തി. അപ്പോഴത്തേന് മരം വെട്ടുകാർ പേടിച്ചോടി കാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് എന്നിട്ടില്ലേ, ഓറഞ്ച് മരമില്ലേ തേനീച്ചകളോട് നന്ദി പറഞ്ഞു. അപ്പോഴില്ലേ തേനീച്ചകൾ പറഞ്ഞു, ഞങ്ങൾക്കല്ല നന്ദി പറയേണ്ടത്, മാവിന് നന്ദി പറയേണ്ടത്. അങ്ങനെ ഓറഞ്ച് മരവും മാവും കൂടെ ഫ്രണ്ട്സായി. അഹങ്കാരം അബദ്ധ. കൂട്ടുകാരെ, ബൈ ബൈ.